രാഹുൽ ഗാന്ധിയുടെ അഭ്യുദയകാംക്ഷി നരേന്ദ്രമോദിയെ തകർക്കാൻ രംഗത്ത്. നരേന്ദ്രമോദിയുടെ പിടിയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ച് ഇന്ത്യയെ വിഭജിപ്പിക്കണം. ഇന്ത്യയെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഖാലിസ്ഥാനുമായി ചേർക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. ഇന്ത്യയെ വിഭജിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ച ഓസ്ട്രിയൻ സാമ്പത്തിക വിദഗ്ധനും നാറ്റോയുടെ എൻലാർജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനെന്നും അവകാശപ്പെടുന്ന ഗുന്തർ ഫെല്ലിംഗർ ജാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ ഗുന്തർ ഇന്ത്യയെ തകർക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും എക്സ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഭൂപടം പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഖാലിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഭാഗമായാണ് കാണിച്ചിരിക്കുന്നത്. ഖാലിസ്ഥാൻ സ്വാതന്ത്ര്യത്തിനായി എന്ത് ചെയ്യണമെന്നും റഷ്യ അനുകൂല ഇന്ത്യൻ നേതാവ് നരേന്ദ്രമോദിയുടെ പിടിയിൽ നിന്നും ഇന്ത്യയെ ഇതിനെ എങ്ങനെ മോചിപ്പിക്കാമെന്നും ഖാലിസ്ഥാൻ നരേറ്റീവ് എക്സ് ഹാൻഡിൽ 2 മണിക്കൂർ ചർച്ച ചെയ്തതായി ഫെല്ലിംഗർ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇന്ത്യയെ തകർക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നരേന്ദ്രമോദി റഷ്യയുടെ ആളാണ്. ഖാലിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നവരെ നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ഗുന്തർ ഫെല്ലിംഗർ പറയുന്നത്. പ്രസ്താവനയ്ക്ക് പിന്നാലെ പലരും ഗുന്തർ ഫെല്ലിംഗർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ശിവസേന ഉദ്ധവ് വിഭാഗം രാജ്യസഭാ MP പ്രിയങ്ക ചതുർവേദിയും ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി. വിദേശകാര്യ മന്ത്രാലയം ഓസ്ട്രിയൻ എംബസിയിൽ ഈ വിഷയം ഉടൻ ഉന്നയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മുൻപും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുള്ള വ്യക്തിയാണ് ഗുന്തർ. രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനെയും ഇയാൾ പിന്തുണച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ പിന്തുണയ്ക്കണം എന്നായിരുന്നു ഇയാളുടെ ആഹ്വാനം. രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ വാദിക്കുന്ന ഗുന്തർ ഡീപ് സ്റ്റേറ്റിന് അനുഭാവി ആയിരിക്കും എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. ഈ അവസരത്തിൽ ഏകദേശം 2 ആഴ്ചകൾക്ക് മുൻപ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയം. ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കാണാതെ രാഹുൽ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മുസ്ലിങ്ങൾക്ക് ജയ് വിളിക്കുന്നത് കാണുമ്പോൾ രാഹുലിനെ ദേശവിരുദ്ധൻ എന്ന് വിളിക്കാൻ സംശയിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് തെറ്റിയിട്ടില്ല എന്ന് വിലയിരുത്തലുകൾ. രാഹുൽ ഗാന്ധിയെ ദേശവിരുദ്ധൻ എന്ന് വിളിച്ച ഹിമന്ത് ബിശ്വ ശർമ്മ രാഹുൽ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള മുസ്ലിങ്ങളെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നും പറഞ്ഞിരുന്നു. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ മേഖലയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് കാമാഖ്യ ക്ഷേത്രം ആത്മീയ പരിഷ്കർത്താവ് മഹാപുരുഷ് ശ്രീമന്ത് ശങ്കർദേവ് തുടങ്ങിയ ആസാമിന്റെ ഐക്കണുകളെ കോൺഗ്രസ് ബഹുമാനിക്കുന്നില്ലെന്നും ഹിമന്ത് ശർമ്മ പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധ വ്യക്തിയാണ്. അദ്ദേഹം ബംഗ്ലാദേശി, പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്കൊപ്പമാണ്. അദ്ദേഹം ഇന്ത്യൻ ഹിന്ദുക്കൾക്കൊപ്പമല്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കൊപ്പമല്ല. രാഹുൽ ഗാന്ധി ഒരു ദേശവിരുദ്ധ വ്യക്തിത്വമാണ് എന്നാണ് ഹിമന്ത് ശർമ്മ പറഞ്ഞത്. ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതിയും രംഗത്ത് വന്നിരുന്നു. ഇന്ത്യൻ സൈന്യത്തെ പുച്ഛിക്കുന്നവർ ഇന്ത്യക്കാരാകാൻ യോഗ്യരല്ല. ഇന്ത്യ ചൈന സംഘർഷത്തിന് ശേഷം സൈന്യത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഒരിക്കലും ഇത്തരം പരാമർശങ്ങൾ നടത്തില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. 2020 ഗാൽവൻ താഴ്വരയിൽ നടന്ന ഇന്ത്യ ചൈന സംഘർഷത്തിന് പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. ചൈന 2000 ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തി എന്നതുൾപ്പെടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ നിരവധി വ്യാജ ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈനികരുടെ മർദ്ദനം ഏറ്റുവാങ്ങുകയാണെന്നും രാഹുൽ ഗാന്ധി പരാമർശിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മുൻ ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവ സമർപ്പിച്ച മാനനഷ്ട കേസ് ലഖ്നൌ കോടതിയിൽ പരിഗണനയിലായിരുന്നു. ഈ ക്രിമിനൽ മാനനഷ്ട കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ചൈന 2000 ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വിശ്വസനീയമായ വസ്തുത എന്താണ്? നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾ ഇത് പറയില്ല. അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പറയാൻ സാധിക്കുമോ? പാർലമെന്റിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നും സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദ്യമുന്നയിച്ചു. എന്തായാലും രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന ഇതുപോലെയുള്ള ആൾക്കാർ നരേന്ദ്രമോദിയെ തകർക്കണം എന്ന് പറയുമ്പോൾ അവർ ഭാരതത്തിന് ഒരു ഭീഷണി തന്നെയാണ്. വെവ്വേറെ രാഷ്ട്രീയം കൊണ്ട് നടക്കുമ്പോഴും രാജ്യസ്നേഹം എന്നത് ഒരു ഭാരത പൗരനെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹവും മുന്നോട്ട് വരുമ്പോൾ അത് ഒരു ഡീപ് സ്റ്റേറ്റിന്റെ കളിയല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന വിലയിരുത്തലുകളും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.